കട്ടച്ചിൽക്കുഴി എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അവിടുത്തെ നാടൻ കോഴി പെരട്ടാണ്. രുചിയേറും നാടൻ വിഭവങ്ങളുമായി കട്ടച്ചുകുഴി ജംഗ്ഷനിൽ ഒരു പുതിയ റെസ്റ്റോറന്റ് വന്നിട്ടുണ്ട്. വഴിയിടം റെസ്റ്റോറന്റ്. ഇതാണ് ഈ കടയുടെ ഓണർ. നമുക്ക് പേര് ചോദിക്കാം. എന്താ പേരെന്താണ് ചേട്ടാ? എൻ്റെ പേര് ഉദയകുമാർ. ഉദയകുമാർ എന്നാണ് പേര്. അപ്പൊ ഈ കട്ടച്ചിൽക്കുഴിയുടെ ഈ പെരട്ടിന്റെ പ്രത്യേകതയെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? കട്ടച്ചുകുഴി നമ്മുടെ കട്ടച്ചുകുഴിയിൽ പ്രത്യേക മസാലക്കൂട്ടാണ്. അത് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു രീതിയാണ്, വർഷങ്ങൾ കൊണ്ടുള്ള ഇത്. ആ രീതി തന്നെയാണ് ചെയ്തു പോകുന്നത്. ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പെരട്ട് അല്ലാതെ വേറെ എന്തൊക്കെ വിഭവങ്ങളാണ്? പെരട്ടുണ്ട്, പിന്നെ അല്ലാതെ ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫുണ്ട്, ബീഫ് പെരട്ടുണ്ട്, പിന്നെ ചിക്കൻ തോരൻ കഴിഞ്ഞു. പിന്നെ ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, ഇടിയപ്പമുണ്ട്, അപ്പം ലൈവാണ്. ഉച്ചയ്ക്ക് ഊണുണ്ടാവോ? ഉച്ചയ്ക്ക് ഊണുണ്ട്. 12 മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ. എന്നിട്ട് വൈകിട്ട് എത്ര മണി വരെ? 11 മണി വരെ കടയാണ്. 11 മണിക്കകത്ത് എപ്പം വന്നാലും നമുക്ക് കഴിക്കാം. എല്ലാം ചൂടോടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ പെരട്ട് നമ്മുടെ നാടൻ രീതിക്ക് നാടൻ കോഴി വെച്ച് നാടൻ മസാലയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. നാടൻ കോഴിയിൽ നാടൻ മസാല കട്ടച്ചക്കോഴിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതെല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തുടങ്ങി 2 മാസം ആവാൻ പോകുന്നുള്ളൂ. അപ്പം വരുന്ന ആൾക്കാർ വീണ്ടും വരുന്നുണ്ട്. അപ്പം അവർക്കത് അറിയാന്നുള്ളതുകൊണ്ടാണ് അവർ വീണ്ടും. അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു കടയിൽ വീണ്ടും വരുള്ളൂ. നമ്മൾ ഇവിടെ താഴെ തന്നെ 2 വലിയ കടകളുണ്ട്. അപ്പം അവിടെ നിന്ന് കഴിക്കുന്നവർക്കും ഇവിടെ വന്ന് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റുമായിട്ടൊക്കെ കറക്റ്റാണ്. അതുകൊണ്ടാണ് അവർ വരുന്നത്. കട്ടച്ചിൽക്കുഴി എന്ന് പറയുമ്പോഴേ നാടൻ കോഴികളുടെ ഒരു കലവറയാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ ഈ പെരട്ടൊക്കെ കൊടുക്കുന്ന തൂക്കത്തിനനുസരിച്ചാണ് കേട്ടോ. 1/4 കിലോ, 1/2 കിലോ, 1 കിലോ. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 1/4 കിലോ പെരട്ട് വന്നിട്ട് 140, 1/2 കിലോ 280. ഓക്കെ. ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞു. ഇപ്പൊ തിരക്ക് കൂടിയോണ്ട് വീണ്ടും രണ്ടാമത് ചെയ്യാൻ പോവാണ്. ഒറിജിനൽ നാടൻ കോഴിയാണ്. ഒരു വ്യത്യാസവും ഇല്ല. അതാ കറക്റ്റ് അടിപൊളി നാടൻ കോഴി. വീട്ടിൽ വളർത്തിയ കോഴി വാങ്ങിച്ചവർ സെറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഇറച്ചി കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും അത്രയ്ക്ക് ഉറപ്പുള്ള എല്ലോട് കൂടിയ അടിപൊളി നാടൻ കോഴി ഇറച്ചിയാണ്. പലപ്പോഴും വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ക്വാളിറ്റി എങ്ങനെയുണ്ട്? അടിപൊളിയാണ് അല്ലേ? സിനിമയുടെ പാഴ്സൽ വാങ്ങിക്കാൻ വരാറുണ്ട്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണല്ലോ വീണ്ടും വന്നത്. ഓക്കെ. ചേട്ടാ സ്ഥിരമായിട്ട് കഴിക്കാൻ വരാറുണ്ടോ? എങ്ങനെയുണ്ട് പെരട്ട്? എങ്ങനെയുണ്ട്? നമ്മുടെ ഈ കട്ടച്ചക്കുഴിയുടെ അതേ പാരമ്പര്യത്തോടു കൂടി തന്നെ ചെയ്യുന്നുണ്ടോ പെരട്ട്? ടേസ്റ്റ് ഉണ്ട്. സ്ഥിരമായിട്ട് കഴിക്കാറുമുണ്ട്. ഓക്കെ. തനി നാടൻ വെളിച്ചെണ്ണയിലാണ് ഇവിടുത്തെ ഭക്ഷണമെല്ലാം പാകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ടേസ്റ്റും കൂടുതലാണ്. ഈ റെസ്റ്റോറന്റ് വന്നിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഇതിനോടകം ഇവിടെ തിരക്കായി കഴിഞ്ഞു. അതിന് കാരണം അവരുടെ ഫുഡിന്റെ ക്വാളിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ്. പാഴ്സൽ വാങ്ങാൻ വരുന്നവരും നിരവധി പേരാണ്. ഒറിജിനൽ നാടൻ കോഴിയാണെന്ന് നമുക്ക് ഇവിടെ വന്ന് കഴിക്കുമ്പോൾ മനസ്സിലാകും. നാടൻ കോഴിയത് മുട്ടക്കോഴി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പല ആൾക്കാരുമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് ഒറിജിനൽ നാടൻ കോഴി തന്നെ കഴിക്കാം. പ്രത്യേകിച്ചും കട്ടച്ചുകുഴി പ്രദേശവാസികൾക്ക് നാടൻ കോഴിയും മുട്ടക്കോഴിയും നല്ലതുപോലെ തിരിച്ചറിയാം. മിക്ക വീടുകളിലും നാടൻ കോഴി വളർത്തുന്നവരാണ്. വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴിയാണ് ഈ ഹോട്ടലിൽ ചിക്കൻ ബ്രെഡിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒറിജിനൽ നാടൻ കോഴിയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ വഴിയിടം റെസ്റ്റോറന്റിലേക്ക് പോന്നോളൂ. ലൊക്കേഷൻ വരുന്നത് കട്ടച്ചിൽക്കുഴി നാളികേര ഗവേഷണ കേന്ദ്രത്തിന്റെ എതിർവശത്തായിട്ടാണ്.